നമസ്തേ. ഇന്ന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജിയും അവർക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസും അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള 3 കാർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ ഒരു വളരെ എന്താ പറയുക, പ്രായോഗികമായ കഴിവുള്ളവരും നർച്ചറിങ് അങ്ങനത്തെ ഒരു മറ്റുള്ളവരെ കരുതലോടെ ശ്രദ്ധിക്കുന്നവരും ഒരു പ്രൊവൈഡറായിരിക്കാം. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടാവാം, അത് കുടുംബത്തിനും കുട്ടികൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന ഒരു ആളുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു എനർജിയുള്ള ഒരു നേച്ചറാണ് നിങ്ങളുടെ. വളരെ ശാന്തതയും അത്യാവശ്യം സാമ്പത്തിക ശേഷിയും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഈ ആളോട് ഇന്ന് എന്താ യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചില നിരാശകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ തിരിച്ച് പ്രവർത്തിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിരാശ വന്നാൽ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്കൊരു നിരാശ തോന്നാം. എന്നാലും ഇങ്ങനെ പക്ഷേ എന്താ വേണ്ടത്, നമ്മളതിനെ അംഗീകരിക്കുക വേണ്ടത്. അതൊരു പ്രോബ്ലം അല്ല, അതൊരു വെറൊരു സിറ്റുവേഷനാണ്. നമ്മളതിനെ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് എന്താ ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ വന്ന വിഷയത്തെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ ഇനി എന്ത് ഞാൻ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അത് നമ്മളൊരു വലിയ വിഷയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ള മനസ്സമാധാനം പോവുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നോക്കൂ, കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ ഭാരങ്ങളും അകത്തി മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെയാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു വിശ്വസിച്ചിട്ടും ഞാൻ വിശ്വസിച്ച് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നോട് ഇങ്ങനെ അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു ഖേദം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കുക. അതാണ് ചെയ്യേണ്ടത്. കാര്യങ്ങൾ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ വഴിക്ക് വിടുക. നമ്മൾ കുറച്ച് ആലോചിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുക. ഇത് ഞാൻ സ്വീകരിക്കുന്നു എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.